ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫാണ്. അതുപോലെ തന്നെ ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ്. 28 ഡിഗ്രിയൊക്കെ ഉണ്ട്. ഇന്നലെ 32 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ബീച്ചും ഒരു ക്ലിഫൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ്. എന്നാ കാണിക്കുക. അപ്പം നമുക്ക് ചുമ്മാ ഒരു ബീച്ചിലൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങിയൊക്കെ ഒന്ന് വരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു കൺട്രി സൈഡ് റോഡാണ്. നല്ല വെയിലും ഉണ്ട് ഇന്ന്. നമ്മളിനി ചെല്ലാൻ ഒരു 40 മിനിറ്റോളം ഉള്ള ഒരു ഡ്രൈവ് ഉണ്ട് ആക്ച്വലി. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും വെയിലൊന്നും വാങ്ങത്തില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആകെ ഒരു പ്രശ്നം ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ മാത്രം അല്ലേ. അപ്പം നമ്മൾ ജെയിംസ് ബോണ്ടിനെ പോലെ വണ്ടി പറത്തുന്ന റോഡിൽ കൂടെ നല്ല രസമാണ്. പക്ഷെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഇതുപോലെ നല്ല റൂട്ടുകളൊക്കെ ഉണ്ട് അവിടെ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട്. ഇപ്പൊ ബൈക്കേഴ്സ്, സൈക്ലിസ്റ്റ്, ഹോഴ്സ് റൈഡേഴ്സിന്റെ ഒക്കെ ചാകരയായിരിക്കും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണം സമ്മറിൽ. കാരണം കൺട്രി സൈഡ് റോഡിലൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കുതിര സവാരിക്കാരെ കാണും. അതുപോലെ തന്നെ സൈക്ലിസ്റ്റ് ഒക്കെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൈക്ലിസ്റ്റ് അങ്ങനെ നമ്മൾ ക്ലിഫ് എടുക്കാറായി. ഇതാ കാണുന്ന മലയുടെ താഴെയായിട്ടാണ് ക്ലിഫ് എന്ന് പറയുമ്പോൾ അല്ലേ ആണ് സൈക്ലിസ്റ്റ്. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് സമ്മറിന്റെ സമയത്ത്. കാറ്റടിച്ച് വീണാലും മുതുകത്തെ ഇരിക്കത്തുള്ളൂ. ഇനി ഒരു 10-12 മിനിറ്റോടെ ഉള്ളൂ. നാഷണൽ പാർക്ക് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നാഷണൽ മൃഗമാണ് കുറുക്കൻ. എവിടെ തിരിഞ്ഞാലും കാണും. ഉപദ്രവിക്കത്തില്ല, ഉപദ്രവമൊന്നുമില്ല. പെട്ടെന്ന് മുന്നോട്ട് വന്ന് ചാടുമ്പോൾ നമ്മളൊന്ന് പേടിക്കും. ഇരുട്ടത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന്റെ തൊട്ട് താഴെയാണ് ബീച്ച് വരുന്നത്. ഒരു 6 മിനിറ്റോടെ ഉള്ളൂ. 3 മൈൽ 6 മിനിറ്റ്. ഇഷ്ടംപോലെ കണ്ടോ. ഇത് താഴെ ഇതിന്റെ മുകളിലായിട്ട് ക്ലിഫ്, താഴെ ബീച്ചുമാണ്. നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണ്. വീക്കെൻഡിലൊക്കെ വന്നാൽ നല്ല തിരക്കാണ് ഇവിടെ. അല്ലാതെ തന്നെ നല്ല തിരക്കായിരിക്കും. കെൻഡുകാരുടെ ഒരു ദേശീയ സ്ഥലമാണ്. സമ്മറിൽ എല്ലാവരും തുള്ളു വരുന്നതും ബീച്ചിലെല്ലാം പോകാൻ പറ്റി. പെട്ടെന്ന് ഇവിടെ അടുത്തായിട്ട് പെട്ടെന്ന് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് സിസ്റ്റേഴ്സ്. ബ്രൈറ്റൺ നമ്മൾ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടല്ലേ ഇപ്പം തന്നെ. സമ്മറിൽ എല്ലാ പ്രാവശ്യം പോകുന്നതാണ്. പക്ഷേ വിന്ററിൽ നമുക്ക് ഒബിയസ്ലി നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പോയിട്ട് കാര്യമൊന്നുമില്ല. സമ്മറിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ മിക്ക എല്ലാ സമ്മറിൽ തന്നെ വരുന്നത്. നമുക്ക് അവിടെ നിന്ന് അടുത്ത നമുക്കിത് ഫോറസ്റ്റ് വാക്കാണ്. ഒരുപാട് കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ, സ്കൂളിൽ നിന്നെല്ലാം. വേറെല്ലാം അങ്ങ് ആർമാദിക്കുകയാണ്. എവിടെ നിന്നെല്ലാം അവിടെ എല്ലാം ഒരുപാട് പേരുണ്ട് അതിനകത്തെല്ലാം. ഇനി നമുക്ക് പോകാം. പക്ഷേ ആ 7 ഡിഫറെൻറ്റ് സ്ഥലത്തുനിന്ന് വെള്ളം വന്ന് ഒരുമിച്ച് വരുന്ന പോയിൻ്റ് നമുക്ക് ഡ്രോൺ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയാണ്. അല്ലെങ്കിൽ അത് ഒരുപാട് ഹൈക്ക് ചെയ്ത് മേളിൽ കയറി ചെന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് കാണാം, വെള്ളം ഇങ്ങനെ കിടക്കുന്ന കാണാം. പക്ഷേ ആ ഒരു കറക്റ്റ് ഒരു പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ ഒത്തിരി ഹൈക്ക് ചെയ്ത് മേളിൽ കയറണം. ഇത് കണ്ടില്ലേ, അതൊക്കെ നല്ല ഭംഗിയില്ല. ഒക്കെ ഫോറസ്റ്റാണ്. ഒരുപാട് ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുമല്ലേ. ഇങ്ങനെ ഒരുപാടുണ്ട്. നല്ല രസമാണ്. ഇതൊരു നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ് കേട്ടോ. 7 സിസ്റ്റേഴ്സ് നാഷണൽ പാർക്ക് എന്നാണ് പറയുന്നത്. അവിടെ ക്ലിഫുണ്ട്, ഇതുപോലെ ഫോറസ്റ്റ് വാക്കുണ്ട്, പിന്നെ ഒരുപാട് ബീച്ചുണ്ട്. എല്ലാം കൂടിയതാണ്. ഇതിങ്ങനെ അങ്ങ് കിടക്കുക ചിഞ്ചു. ഒരുപാടുണ്ടടി നടക്കാനാണെങ്കിൽ. അങ്ങനെ നമ്മൾ ആ ക്ലിഫിൻ്റെ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. ആ മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നന്നായിട്ട് വ്യൂ കിട്ടുന്നുണ്ട്.
ഇതാ കാണുന്നതാണ് നമ്മൾ ഫോറസ്റ്റ് പാർക്ക് കുറച്ച് മുമ്പ് പോയത്. നല്ല തിക്ക് ഫോറസ്റ്റ് അവിടെ. ഇത് സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ നാഷണൽ പാർക്കാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ആ ഫോറസ്റ്റ്, ഈ ക്ലിഫ്, ഇതാ കാണുന്ന ബീച്ച്, ഇതെല്ലാം ഈ നാഷണൽ പാർക്കിൻ്റെ അണ്ടറിൽ വരുന്ന സെവൻ സിസ്റ്റേഴ്സ് നാഷണൽ പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പേര് വരാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കൈവരികളുണ്ട്. ഇത് അത്യാവശ്യം വലുതാണ്. ഇതിനകത്ത് ഇതാ കാണുന്ന നമുക്ക് വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ അങ്ങനെ 7 കൈവരികൾ വന്നിട്ട് എവിടെയോ ആ ഒരു പോയിന്റ് പോയതോ ഒരുമിച്ച് കൂട്ടിമുട്ടും. അങ്ങനെയാണ് ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് ഇതിന് പേര് വന്നത്. അയ്യോ ഇതുണ്ടല്ലേ ആ കാണുന്ന ബീച്ചാട്ടോ, അതാണ് നമ്മുടെ ഈസ്റ്റ് ബോൺ ബീച്ച് എന്ന് പറയുന്നത്. ഈസ്റ്റ് ബോൺ സെവൻ സിസ്റ്റേഴ്സ് ബീച്ചാണത്. ഈസ്റ്റ് ബോൺ ടൗണിൽ കുറച്ചടുത്തോട്ട് താഴെയാണിത്. ഈ സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫ്. ഈസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടൗണാണ്. കാരണം ഒത്തിരി പേര് ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകണ്ടല്ലോ. ഒത്തിരി പേര് ബോട്ടിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഹയർ ചെയ്യാം. എന്നിട്ട് നമുക്കിതിലെ ചെറിയ ബോട്ടിംഗ് എല്ലാം പോകാം. താഴെ വെഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റുമാണ്. വലിയ തണുപ്പൊന്നുമില്ല. ചെറിയൊരു കാറ്റും ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ. നല്ല ക്ലൈമറ്റ് ആയിരുന്നേക്കാലും അടിപൊളിയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഇതിൻ്റെ ടോപ്പിലെത്തി. അങ്ങനെ നടന്ന് ഇതിൻ്റെ ടോപ്പിലെത്തി. നമ്മൾ ആ കാണുന്ന പോയിന്റിൽ നിന്ന് നടക്കാൻ തുടങ്ങിയത്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ഒത്തിരി പേര് ഹൈക്കിങ്ങിന് വരുന്നുണ്ട് അവിടെ. രാവിലെ വരെ ഇവർ എന്നിട്ട് ഹൈക്ക് ചെയ്ത് അങ്ങ് പോകും. ഇല്ല നടന്ന് നമുക്ക് തൊട്ട് അപ്പുറേ കുറേ 3 മൈൽ അപ്പുറം എങ്ങാണ്ടാണ് എന്നാ പറയുന്നത് ഇതിൻ്റെ ക്ലിഫ്, സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫ്. അവിടെ വരെ ആൾക്കാർ നടക്കും. അത് കഴിഞ്ഞ് നടക്കും ഇവിടെ ആൾക്കാർ വരുന്ന വെച്ചാൽ രാവിലെ വന്നിട്ട് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. ആണ് അങ്ങനെ ഞങ്ങൾ സെവൻ സിസ്റ്റേഴ്സ് ക്ലിഫിലെത്തി. കണ്ടില്ലേ ഇതിങ്ങനെ കിടക്കുവാണ്. നല്ല അടിപൊളിയാട്ടോ. നല്ല ബീച്ചും നല്ല ക്ലിഫും എല്ലാം നമുക്ക് ഹൈക്ക് ചെയ്ത് അതിൻ്റെ ടോപ്പിലെല്ലാം കയറിപ്പോകാൻ പറ്റും. ഇത് കണ്ടോ ആൾക്കാരെല്ലാം കയറി പോകുന്നതാണല്ലേ. ഞങ്ങളെല്ലാം അവിടെ പോയതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എല്ലാം അവിടെ പോയതായിരുന്നു. ഒത്തിരി നടക്കാനുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇന്ന് നല്ല തിരയുണ്ട്. അതായത് ഇത്ര തിരയൊന്നും ഇല്ലാത്തല്ല. നല്ല അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് ഈ സെവൻ സിസ്റ്റേഴ്സിൻ്റെ ക്ലിഫിലെത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ആദ്യമേ നിന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് അതാ എൻഡിലായിരിക്കും. അതുകൊണ്ടോ ഏകദേശം ഇതിൻ്റെ എഡ്ജിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഭയങ്കര ഡേഞ്ചറാട്ടോ. ഇടയ്ക്ക് ഇവിടുന്ന് ക്ലിഫൊക്കെ ഇടിഞ്ഞു പോകാറുണ്ട്. പക്ഷേ അത്ര സേഫ് അല്ല ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. താഴെ കടലാണ്. ഇന്ന് നല്ല തിരയുണ്ട്, നല്ല കാറ്റുണ്ട്. സാധാ ഇത്ര തിരയില്ലാത്ത ഇവിടെ. ഇതുണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ കാണുന്നതാണ് കാർ പാർക്ക്. ഇവിടെ നിന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് നമുക്ക് ഹൈക്ക് ചെയ്ത് പോയി നടന്നു പോവാം. അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മുടെ എഡ്ജിലാണ് നിൽക്കുന്നത്, ക്ലിഫിൻ്റെ എഡ്ജിലാണ്. താഴെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്.